സംസ്ഥാനത്ത് പട്ടയങ്ങൾ ലഭ്യമാക്കുന്നതിൽ അതിവേഗത്തിലുള്ള നടപടികളാണ് കൈക്കൊള്ളുന്നതെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ കൊട്ടാരക്കര മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ മണ്ഡലത്തിലെ പട്ടയ അസംബ്ലി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നവകേരള സദസ്സിലും മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗത്തിലും ഉന്നയിക്കപ്പെട്ട പട്ടയ സംബന്ധമായ വിഷയങ്ങളാണ് മുൻഗണനാക്രമത്തിൽ തീർപ്പാക്കുന്നത്. ജില്ലയിലെ കടലോരവാസികളുടെ പട്ടയങ്ങൾ നൽകാനായി 500-ലധികം പേർക്കാണ് നടപടി സഹായകരമായത്. പട്ടയം കിട്ടിയവരുടെ ഭൂമിയിൽ വീടുകൾ ഉയരുകയാണെന്നും മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. പഞ്ചായത്ത് മെമ്പർമാർ അവരുടെ വാർഡുകളിലെ പ്രസിഡന്റുമാർ അവരുടെ പഞ്ചായത്തിലെ വാർഡുകളിൽ മുനിസിപ്പാലിറ്റി വാർഡിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധയപ്പെടുത്തുക എന്നതാണ് നടപടിക്രമം. അതാണ് നമ്മുടെ അടുത്തേക്ക് എടുക്കാവുന്ന കാര്യങ്ങൾ. അങ്കണവാടികൾക്ക് പൊതുസ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങൾ കണ്ടെത്തുകയാണ്. പൊതുവായ ആവശ്യങ്ങൾക്ക് ഭൂമി കിട്ടാൻ പലയിടത്തും പ്രയാസമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ മനസ്സോടെ തിരുമണ്ണ് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. സുമനസ്സുകളുടെ ഉദാര സമീപനം ഭൂമിയുടെ ലഭ്യതയ്ക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് പ്രധാനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭൂസംബന്ധമായ ആവശ്യങ്ങളും പരിഹരിക്കുന്നുണ്ട്. നിയമപരമായ സാധ്യതയുള്ള പട്ടയങ്ങൾ പരമാവധി ലഭ്യമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥതല പിന്തുണയും സമയബന്ധിതമായ തുടർ നടപടികളും ഉണ്ടാകണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. ജില്ലാ കളക്ടർ എൻ ദേവിദാസ്, നഗരസഭാ ചെയർമാൻ ഉണ്ണികൃഷ്ണ മേനോൻ, ഡെപ്യൂട്ടി കളക്ടർ ബീന റാണി, ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.